ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡള്ളാണ്, ബിക്കോസ് എനിക്ക് പനി പിടിച്ചൊരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്തു. അപ്പോൾ രാവിലെ ഇന്ന് ക്ഷീണമായതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റ്. അപ്പോൾ പിന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ച് നേരെയാക്കി ഇട്ടു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോയാൽ ഫുഡ് കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു, എന്നാലും ഒന്ന് ചെന്നു. എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, ഭയങ്കര ക്ഷീണമായിരുന്നു പനിയുള്ളതുകൊണ്ട് തന്നെ. അപ്പം ഇന്നത്തെ ക്ലൈമറ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പനിയാണേലും കുറച്ചൊരു സമാധാനം തോന്നി. പിന്നെ പോയി നല്ലൊരു ചൂട് ചായ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചൂട് ചായ ഞാൻ കുടിച്ചു. അത് കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായി. ആ ഒരു തലവേദനയുടെയും കണ്ണൊക്കെ നല്ല വേദനയായിരുന്നു. അപ്പം അതൊക്കെ കുറച്ചൊന്ന് റിലീഫായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു, ദോശയും സാമ്പാറും. സാമ്പാർ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇവിടുത്തത്, ബിക്കോസ് നിറച്ചും മല്ലിയിലയൊക്കെ ആയിട്ട് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും അതിന് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാനത് കഴിക്കൽ കുറവാണ്. പക്ഷേ ഇന്ന് പനി ആയതുകൊണ്ട് കുറച്ച് അതുകൂടെ എടുത്ത് കഴിച്ചു. പിന്നെ ഈ കാണുന്ന ഇല, ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ പനിനീർ കൂർക്കയുടെ ഇല. അപ്പം അത് 2 പിച്ചി എടുത്തു, കാരണം തലയിൽ ഇങ്ങനെ അത് പരട്ടുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്നലെ വരുന്ന വഴിക്ക് ഞാൻ വഴി വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി എടുത്ത് തലയിലോട്ട് ഇങ്ങനെ പുരട്ടുമല്ലോ, പുരട്ടിയപ്പോഴത്തേനും ഒരു ഭയങ്കര ഒരു റിലീഫ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അന്നേരമാണ് ഞാൻ ഓർത്തത് ഇത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യം. പിന്നെ അവിടെ നിന്നും കുറച്ച് നുള്ളിയെടുത്തു. പിന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഈ ഒരു സ്റ്റെയർ ഇങ്ങനെ കയറണം, അപ്പോൾ തന്നെ ഫുഡ് ഏകദേശം ദഹിക്കും. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ടയേർഡ് ആയതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെയാണ് കയറി എത്തിയ മുകളിൽ. പിന്നെ അലമാരയിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ, കുറേ നാളുകളായിട്ട് എന്തൊക്കെയോ കുത്തി നിറച്ച് അതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത് നിങ്ങളും കൂടെ കാണാം അതിനകത്ത് എന്നാ ഉള്ളതെന്നുള്ളത്. എന്തൊക്കെയോ കുറേ കണ്ടമാനം എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ആവശ്യമുള്ളതാണോ അല്ലേ ഒന്നും അറിയത്തില്ല, പക്ഷേ കുറച്ചൊക്കെ ആവശ്യമുള്ളതായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കളയാനുള്ളതാണ്, കുറച്ചൊക്കെ നൊസ്റ്റുമാണ്. അപ്പോൾ എല്ലാം അങ്ങനെ പാത്ത് ആ ബാഗിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിനകത്തിന് റീലൊക്കെ കണ്ടിരുന്ന് എനിക്ക് ഫോൺ ഒത്തിരി നേരം നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തലവേദന ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ പിന്നെ എന്നാലും കുറച്ച് നേരം വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഫോണിനകത്ത് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം തലവേദന എടുക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഉറങ്ങാൻ ഓർത്തു. പക്ഷേ പകൽ ഞാൻ കിടന്നുറങ്ങി, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പകൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് വളരെ കുറവാണ്. വല്ലപ്പോഴൊക്കെയാണ് ഞാൻ കിടന്നുറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇരുന്ന് കുറേ നേരം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഞാൻ മെസ്സിലോട്ട് പോയി. സെയിം സാമ്പാർ തന്നെയായിരുന്നു. പിന്നെ സാമ്പാർ ഞാൻ കഴിച്ചില്ല, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. ക്യാബേജ് തോരനും അച്ചാറും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിച്ചത്. എന്നും ഞാൻ ചോറുണ്ട്, നല്ല കറിയെ കൊണ്ട് ഇഷ്ടംപോലെ ചോറുണ്ട്. പക്ഷേ ഇന്ന് കറിയും ഇല്ല. പിന്നെ പനി ആയതുകൊണ്ട് കഴിക്കാനും ഒരു തോന്നണില്ല. അപ്പോൾ പിന്നെ എന്നാലും വയറ് നിറയണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് വാരി കഴിച്ചു. സാമ്പാർ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ് വീട്ടിലൊക്കെ വെക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ മല്ലിയില ഇടുന്നത് കൊണ്ട് തന്നെ ഇവർ സാമ്പാറിൻ പൊടിയുടെ ആ ടേസ്റ്റ് ഒന്നും ഇവരുടെ സാമ്പാറിൽ വരാറില്ല. പിന്നെ കുറച്ച് നേരം അതൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു.
കുറച്ച് നേരം എന്നാൽ പിന്നെ കിടക്കാമെന്ന് ഓർത്തു. ഉറങ്ങാൻ ചാൻസ് കുറവാണ്. ഉറക്കം വന്നാലും ഞാൻ മാക്സിമം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കും. ബിക്കോസ് രാത്രി ഇങ്ങനെ മിഴിച്ചിരിക്കുന്നതുകൊണ്ടേ പകൽ ഞാൻ ഉറങ്ങാറ് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കുറച്ച് നേരം ഫോൺ നോക്കിക്കഴിഞ്ഞിട്ട് ആ ഫോണങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കും. ബുക്കൊക്കെ ഉണ്ട് വായിക്കാൻ, പക്ഷേ ഇപ്പം കുറച്ച് മടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് വായനയൊക്കെ കുറവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.